ഇൻസുലിനെ കുറിച്ച് അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഏറ്റവും ഇതായിട്ടുള്ളത് ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം, ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ കുറവാണെന്ന് കരുതിയാണ് എല്ലാവരും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വില്ലിങ് ആവുന്നത്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ കുറവില്ല. പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് വെരി ഹൈ ആണ് ഇൻസുലിൻ. ഞാൻ മാക്സിമം ആകാവുന്ന ലെവൽ തന്നെ 25 ആണ് ഇൻസുലിനെങ്കിൽ ഞാൻ 250, 300 ഒക്കെ ഉള്ളവരെ കാണാറുണ്ട്. പലരും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വെൻ ഇൻസുലിൻ ഹൈ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഓട്ടോഫാജി, അതായത് നമ്മുടെ അബ്നോർമൽ സെല്ലുകളെ പിടിച്ച് വിഴുങ്ങുകയോ അല്ലെങ്കിൽ കൊല്ലും നശിപ്പിക്കുകയോ ചെയ്യുന്നത്. അത് കത്തിച്ച് കളയുക, കെമിക്കൽ ബേണിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഫ്യൂണറലൊക്കെ ഒരുതരം കെമിക്കൽ ബേണിംഗ് ആണ് നടക്കുന്നത്. അപ്പം അബ്നോർമൽ ആയിട്ടുള്ള ഈ ക്യാൻസർ സെല്ലുകളെ എല്ലാം ബേൺ ചെയ്ത് കെമിക്കൽ ബേണിംഗ് ചെയ്ത് നശിപ്പിക്കുന്ന ഒരു ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതിന് നമ്മൾ ഈ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ അത് നടക്കാതെ വരും. അതാണ് നമ്മളുടെ ഈ ക്യാൻസർ വരാനുള്ള ഒരു മെയിൻ കാരണം, ഹൈപ്പർ ഇൻസുലിനിമിയ. അപ്പം ഈ ഡയബറ്റീസ് പേഷ്യൻറ്റിന് നമ്മൾ ഇൻസുലിൻ എടുക്കുകയോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയോ, ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസിയാണ്, അവിടെ ഇൻസുലിൻ ആവശ്യമാണ്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ്റെ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഇൻസുലിൻ കൊടുത്ത് ഈ ഓവറായിട്ട് കഴിക്കുന്ന ഗ്ലൂക്കോസിനെ എല്ലാം ഫാറ്റാക്കി മാറ്റി വണ്ണം വെപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഫാഗോസൈറ്റോസിസ് പ്രോസസ്സ് എല്ലാം നിന്ന് പോകുന്നു. അതോടുകൂടി ക്യാൻസർ പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിലും ഡയബറ്റിസ്, ക്യാൻസർ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇൻസുലിൻ ലെവൽ ഒരു 3 or 4ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മുടെ ഫുഡ് ഡയറ്റ് കറക്റ്റ് ചെയ്യുകയും ഈ ഒമേഗ 3 പോലെയുള്ള ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ്, ന്യൂട്രീഷണൽ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ്, ഞാൻ മരുന്ന് വെച്ചിട്ടുള്ള മെറ്റ്ഫോമിൻ പോലെയുള്ള ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് അല്ല പറയുന്നത്, ഫുഡിൽ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള പല ഐറ്റംസും ഉണ്ട്. അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കുറയും, ഷുഗറും നോർമലാകും, ഇൻസുലിൻ നോർമലാകും. അതാണ് ഡയബറ്റിക് ക്യാൻസർ പേഷ്യൻസിനാണെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റാണെങ്കിലും അതാണ് ആവശ്യം. ഇപ്പോൾ ക്യാൻസർ ഉള്ള ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, HbA1c നമ്മൾ സാധാരണ ഡയബറ്റീസ് പേഷ്യൻറ്റിനോട് 5.5 എത്തിക്കാൻ പറയും. ക്യാൻസർ ഉള്ള ഡയബറ്റിക് പേഷ്യൻറ്റിനോടാണെങ്കിൽ, ക്യാൻസർ വന്നിട്ടുള്ളവർ പ്രത്യേകിച്ച് ആക്റ്റീവ് ക്യാൻസറിൽ ഇരിക്കുന്നവരോടാണ് HbA1c 5ന് താഴെ കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. അപ്പോൾ അത് തന്നെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റാണ്. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് മാത്രം. ആ പേഷ്യൻ്റ് അത് അവയർനെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈവൻ ഞാൻ കാണാറുള്ള 4th സ്റ്റേജ് ക്യാൻസറിലുള്ള പേഷ്യൻസ് പോലും ഒത്തിരി സിംറ്റമാറ്റിക്കലി കൂടി പോകാത്തവർക്ക് നമുക്കത് വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റാൻ പറ്റുമെന്നല്ല പറഞ്ഞത്, അവർ പ്രോഗ്രസ് ചെയ്യാതെ അതിനെ അവിടെ നിർത്താനും അതൊന്ന് കുറച്ചുകൊണ്ട് വരാനും പറ്റുമെന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.